ഹായ്, ഞാൻ ശ്രീലക്ഷ്മി. മല്ലു വോയിസ് ഫോർ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു പുട്ടാണ്. ഓട്സ് മാത്രമല്ല, ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതല്ലേ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്സും പുട്ടും അല്ല, ഓട്സ് പുട്ടാണ്, ക്യാരറ്റും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓട്സ്, സൂം ചെയ്ത് നോക്കിയേക്കോ. ഇത് ഞാനിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചു, അതാണിത്. ഇത് പിന്നെ ക്യാരറ്റ്, ഈ നീളമുള്ള ക്യാരറ്റ് 2 എണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഹെൽത്തി ഫുഡാണ്. നമ്മൾ എല്ലാവർക്കും എന്ന് വെച്ചാൽ അടുക്കളയിൽ കയറുന്ന എല്ലാവർക്കും രാവിലെ ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. ചില ദിവസങ്ങളിൽ ഞാനും വിചാരിക്കും, ഇന്നലെ പുട്ടായിരുന്നു, ഇന്നും എങ്ങനെ ഏട്ടന് പുട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഏട്ടനാണെങ്കിൽ ഇവിടെ ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഭർത്താവിന് ഇച്ചിരി എന്നും ഒരേ ആഹാരം കഴിച്ചാൽ ഇച്ചിരി പിരി ഇളകും. ഇല്ലില്ല, അങ്ങനെയല്ലേ. ഇവിടെ അച്ഛനും ചേട്ടനും എനിക്ക് അമ്മയ്ക്കും ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഏട്ടന് പറ്റത്തില്ല. എന്തേട്ടാ? അപ്പം വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. അതുപോലെ തന്നെ ഈ ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമായി ഈ ഫുഡ്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാം. ഇത് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓട്സ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് വെള്ളം നനച്ച് വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഇത് നനച്ചൊന്ന് വെക്കണം. ഇത് നമ്മുടെ പുട്ടുപൊടിയുടെ കൂട്ട് പെർഫെക്റ്റ് ആയിട്ട് പൊടി ഇങ്ങനെ വരത്തില്ല, കാരണം ഓട്സ് അല്ലേ ഇത്. അത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. കണ്ടതാണ്, ഇങ്ങനെ ഒട്ടി വരും, കാരണം ഇത് ഓട്സിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി നമുക്ക് കുഴച്ചൊരു 10 മിനിറ്റ് നേരം വെക്കാം. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തേങ്ങ തേങ്ങ ഇടണ്ടേ പുട്ടിന്. അടുത്തതായി നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ഒരു 2 അടി അടിച്ചതേ ഉള്ളൂ. അത് കാണുമ്പോൾ അറിയാം നല്ലോണം അരഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല. നമുക്കിനി ഈ പൊടിയും കൂടെ, അതായത് ഓട്സിൻ്റെ ഇതൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്സും ക്യാരറ്റും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ പരുവാകും. ചിലർ ആദ്യമായിട്ട് ചിലപ്പം ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ കുഴഞ്ഞു വരുന്ന പരുവം കിട്ടും. അങ്ങനെ ആകുമ്പോൾ പേടിക്കേണ്ട. ഓട്സ് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. നമുക്കിനി ഇത് കുറ്റിയിലേക്ക് വാരി വെക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പുട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട്.
സ്വാദിഷ്ടമായ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇപ്പൊ എന്നും ഓട്സ് കാച്ചി നമ്മൾ രാവിലെ ചേർത്ത് കുടിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ അഭിപ്രായം നിങ്ങൾ കമന്റ് വഴി രേഖപ്പെടുത്താനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ.